പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ഫെബ്രുവരി 4 ചൊവ്വ. പ്രധാന വാർത്തകൾ. ഇന്ത്യൻ രൂപയ്ക്ക് സർവകാല റെക്കോർഡ് തകർച്ചയുണ്ടായത് നാട്ടിലേക്ക് പണമയക്കുന്ന പ്രവാസികൾക്ക് നേട്ടമാകും. നിലവിൽ ഒരു റിയാലിന് 225 ഇന്ത്യൻ രൂപ ലഭിക്കും. US ഡോളർ കരുത്തു പ്രാപിക്കുന്നതിലാണ് ഈ ഇടിവ്. രാജ്യത്തെ മണി എക്സ്ചേഞ്ച് സ്ഥാപനങ്ങൾ 225.80 രൂപ വരെ ഒരു ഒമാനി റിയാലിന് നൽകുന്നുണ്ട്. വരും ദിവസങ്ങളിൽ നിരക്ക് താഴുമോ എന്നാണ് പലരും ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ ദിവസം എക്സ്ചേഞ്ച് നിരക്ക് 224.40 ആയിരുന്നു. ഏഷ്യൻ കറൻസികൾക്കാണ് ആഘാതമുണ്ടാകുന്നത്. US തീരുവ ഉയർത്തിയത് ഡോളറിനെ ശക്തമാക്കുന്നതിനാൽ ഓഹരി വിപണികൾ പ്രതികരിക്കുന്നതിനാലാണ് രൂപ അടക്കമുള്ള കറൻസികൾ ഇടിയുന്നത്. ഇന്നലെ രാവിലെയുള്ള വ്യാപാരത്തിൽ ഡോളറിനെതിരെ 87.29 എന്ന നിലയിലേക്കാണ് രൂപ കൂപ്പുകുത്തിയത്. അതായത് $1 ലഭിക്കാൻ 87.29 രൂപ നൽകണം. ചൈന, മെക്സിക്കോ, കാനഡ അടക്കമുള്ള വിവിധ രാജ്യങ്ങൾക്കാണ് US താരിഫ് വർദ്ധിപ്പിച്ചത്. ഇത് ഇക്വിറ്റി, ക്രിപ്റ്റോ വിപണികളിൽ വലിയ താഴ്ചയുണ്ടാക്കി. ഡോളർ അടുത്ത കാലത്തൊന്നും ഇടിയുമെന്ന സൂചനയും കാണിക്കുന്നില്ല. ഈ മാസം ലഭിച്ച ശമ്പളം നാട്ടിലേക്ക് അയക്കാനിരിക്കുന്ന ഇന്ത്യൻ പ്രവാസികൾക്ക് വലിയ നേട്ടമാണ് ഇതുണ്ടാകുക. രൂപയുടെ തകർച്ച പിടിച്ചു നിർത്താൻ റിസർവ് ബാങ്ക് നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. രാജ്യത്തിന്റെ വിദേശ വിനിമയ കരുതൽ ശേഖരത്തിൽ നിന്ന് $77 ബില്യൺ ചെലവഴിക്കുമെന്നാണ് റിപ്പോർട്ട്. ഈ വർഷം സുപ്രധാന വികസന പദ്ധതികൾ നടപ്പാക്കാൻ സൗത്ത് അൽബാത്തിന ഗവർണറേറ്റ്. പശ്ചാത്തല സൗകര്യം, ടൂറിസം, സാമ്പത്തിക വൈവിധ്യവൽക്കരണം മേഖലകളിലാകും പദ്ധതികൾ നടപ്പാക്കുക. ഗവർണറേറ്റിലെ വിലായത്തുകളിലുടനീളം വിവിധ സംരംഭങ്ങൾ തുടങ്ങുമെന്ന് ഗവർണർ എൻജിനീയർ മസൂദ് ബിൻ സയ്യിദ് അൽ ഹാഷിമി പറഞ്ഞു. ബർഖ വാട്ടർ ഫ്രണ്ട് വികസനം ആയിരിക്കും ഇവയിൽ സുപ്രധാനം. ബർഖ, അൽ മുസന്ന എന്നിവയ്ക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പദ്ധതിയുടെ അന്തിമ രൂപകൽപ്പന പൂർത്തിയായിട്ടുണ്ട്. ടെൻഡറിംഗ് നടപടികളിലാണ്. ചില്ലറ വിൽപ്പന കേന്ദ്രങ്ങൾ, റെസ്റ്റോറന്റുകൾ, കഫേകൾ, കുട്ടികളുടെ കളിസ്ഥലം, തുറസായതും അടച്ചതുമായ സ്പോർട്സ് ഹാളുകൾ, ബീച്ച് സ്പോർട്സ് കോർട്ടുകൾ, സൈക്ലിംഗ് നടപ്പാതകൾ, ബീച്ചിലൂടെയുള്ള ഉല്ലാസ നടത്തത്തിനുള്ള സൗകര്യം, പൊതുചത്വരം അടക്കമുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടാകും. അൽ അമീറാത്തിൽ പുതിയ നടപ്പാതകൾ നിർമ്മിക്കാൻ മസ്കത്ത് ഗവർണറേറ്റ്. കാൽനട യാത്രക്കാർക്ക് പുറമെ സൈക്കിൾ സവാരി നടത്തുന്നവർക്കും ഇത് ഏറെ പ്രയോജനപ്പെടും. വിനോദ ഇടങ്ങളിലേക്ക് മികച്ച രീതിയിൽ എത്തിപ്പെടാൻ സാധിക്കുന്നതിനു പുറമെ സക്രിയ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുകയും പദ്ധതിയുടെ ലക്ഷ്യമാണ്. 17,000 ചതുരശ്ര മീറ്ററിലുള്ള സ്ഥലത്ത് 1,700 മീറ്റർ ദൂരം വരുന്നതാണ് ഈ നടപ്പാത. 4 മീറ്റർ വീതിയുണ്ടാകും. കൂടാതെ സൈക്കിൾ സവാരിക്ക് 4 മീറ്റർ വീതിയുള്ള ട്രാക്ക് ഉണ്ടാകും. ടാർ ആയതിനാൽ ഉപയോക്താക്കൾക്ക് സുഗമമായ സഞ്ചാരം സാധ്യമാകും. തൊഴിലാളികളുടെ പ്രതിവാര ഓഫിന്റെ അന്നുതന്നെ പൊതു അവധി ദിനം വന്നാലുള്ള നഷ്ടപരിഹാരം സംബന്ധിച്ച് വ്യക്തത വരുത്തി തൊഴിൽ മന്ത്രാലയം. 2022 രാജകീയ ഉത്തരവും 2023 രാജകീയ ഉത്തരവ് പ്രകാരമുള്ള തൊഴിൽ നിയമവും മുൻനിർത്തിയാണ് മന്ത്രാലയം ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയത്. ഓഫും പൊതു അവധി ദിനവും ഒന്നിച്ചു വന്നാൽ 2022 രാജകീയ ഉത്തരവ് പ്രകാരമുള്ള നഷ്ടപരിഹാരം നൽകണം. സ്ഥാപനത്തിലോ കമ്പനിയിലോ നിലവിൽ തന്നെ തൊഴിലാളികൾക്ക് അനുകൂലമായ സംവിധാനം ഉണ്ടെങ്കിലും ഉത്തരവ് പ്രകാരമുള്ള നഷ്ടപരിഹാരം നടപ്പാക്കും. അത്തരം സ്ഥാപനങ്ങളിൽ തൊഴിലാളികൾക്ക് അനുയോജ്യമായ നഷ്ടപരിഹാരം ലഭിക്കുന്നുണ്ടെന്ന് ഇത് ഉറപ്പുവരുത്തുന്നു. പ്രതിവാര ഓഫ് ദിവസമോ പൊതു അവധി ദിനമോ ഓവർടൈം ജോലി ചെയ്യേണ്ടി വന്നാൽ തൊഴിൽ നിയമത്തിന്റെ 72-ാം അനുച്ഛേദം അനുസരിച്ച് നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടാകുമെന്നും മന്ത്രാലയം അറിയിച്ചു. തലസ്ഥാന നഗരിയിൽ 2 നിക്ഷേപ അവസരങ്ങൾ പ്രഖ്യാപിച്ച് പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം. അസൈബ ബീച്ചിൽ വിവിധോപയോഗ പദ്ധതിയാണ് ഒന്നാമത്തേത്. ആഡംബര ഹോട്ടൽ, ക്ലാസിഫൈഡ് റെസ്റ്റോറന്റുകൾ, ആഡംബര ആരോഗ്യ കേന്ദ്രം എന്നിവയാണ് ഇവിടെ വരുന്ന പദ്ധതികൾ. 2.10 ലക്ഷത്തിലേറെ മീറ്റർ വരുന്ന സ്ഥലത്താണ് പദ്ധതി നടപ്പാക്കേണ്ടത്.
വാടക തുക ലേലത്തിലൂടെ തീരുമാനിക്കും. പദ്ധതിയുടെ വലിപ്പം മാനദണ്ഡമാക്കി പരമാവധി 5 വർഷം വരെ വാടക തുക ഒഴിവാക്കും. കരാറിലെത്തിയാലേ സമർപ്പിക്കപ്പെടുന്ന ഓഫറുകൾക്കും ആശയങ്ങൾക്കും മന്ത്രാലയത്തിന് ബാധ്യതയുണ്ടാകൂ. നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും ഓപ്പൺ ഫോറം വിളിക്കാത്തതുൾപ്പെടെയുള്ള വിവിധ അനാസ്ഥകൾക്കെതിരെ ഇന്ത്യൻ സ്കൂൾ ഇബ്രിയിലെ രക്ഷിതാക്കൾ പ്രതിഷേധിച്ചു. സ്കൂളിലെ വലുതും ചെറുതുമായ നിരവധി വിഷയങ്ങളിൽ രക്ഷിതാക്കൾ നേരിട്ട് അഭിപ്രായം പറയാനുള്ള അവസരം നിഷേധിക്കുന്ന മാനേജ്മെന്റ് നടപടിയിൽ അതൃപ്തിയും രോഷവും രക്ഷിതാക്കൾ രേഖപ്പെടുത്തി. 30ഓളം രക്ഷിതാക്കൾ ഒരുമിച്ച് സ്കൂൾ പ്രിൻസിപ്പലിനെ കണ്ട് പ്രതിഷേധക്കുറിപ്പ് കൈമാറി. എത്രയും പെട്ടെന്ന് ഓപ്പൺ ഫോറം വിളിച്ചുകൂട്ടിയില്ലെങ്കിൽ കടുത്ത പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് രക്ഷിതാക്കൾ പറഞ്ഞു. ഇതേ മാനേജ്മെന്റിനെതിരെ മുൻപ് സാമ്പത്തിക കെടുകാര്യസ്ഥത, SMCയിൽ സ്വന്തം ആളുകളെ തിരികെ കയറ്റൽ, അധ്യാപക നിയമനങ്ങളിലെ ക്രമക്കേടുകൾ തുടങ്ങിയവ ചൂണ്ടിക്കാണിച്ച് ഡയറക്ടർ ബോർഡിന് പരാതി അയച്ചിട്ടും ഒരു അന്വേഷണം പോലും ഉണ്ടായിട്ടില്ല എന്നും രക്ഷിതാക്കൾ ആരോപിച്ചു. അതേസമയം രക്ഷിതാക്കളുടെ ന്യായമായ പരാതികളിൽ പരിഹാരം കാണുന്നതായിരിക്കുമെന്ന് സ്കൂൾ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടവർ പറഞ്ഞു. ജനുവരിയിൽ നടത്തിയ ഓപ്പൺ ഫോറത്തിൽ വളരെ കുറച്ച് രക്ഷിതാക്കൾ മാത്രമാണ് പങ്കെടുത്തത്. ഈ അക്കാദമിക് വർഷത്തിന്റെ ഓപ്പൺ ഫോറം ഈ മാസം നടത്താനിരിക്കുകയാണ്. പുതിയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ചും വിശദീകരിക്കും. രാജ്യത്തെ പൗരന്മാരെയും താമസക്കാരെയും ലക്ഷ്യമിട്ട് ഫോൺ തട്ടിപ്പ് നടത്തിയ 3 ഏഷ്യൻ പ്രവാസികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. തട്ടിപ്പ് പ്രവർത്തനങ്ങളുടെ പരമ്പര തന്നെ ഇവർ നടത്തിയതായി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് എൻക്വയറീസ് ആൻഡ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ കണ്ടെത്തി. ബാങ്ക് കാർഡുകൾ അസാധുവാണെന്നും വിവരങ്ങൾ പുതുക്കണമെന്നും ആവശ്യപ്പെട്ട് ഫോൺ കോളുകളിലൂടെയാണ് ഇവർ ഇരകളെ വലയിലാക്കിയത്. ഇവരിൽ നിന്ന് തന്ത്രപ്രധാന വിവരങ്ങൾ കരസ്ഥമാക്കിയതിനു ശേഷം ഇവ ഉപയോഗിച്ച് ഇരകളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആക്സസ് നേടി പണം പിൻവലിക്കും. അറസ്റ്റിലായവർക്ക് എതിരെയുള്ള നിയമ നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. തലസ്ഥാനത്തെ സീബിൽ തൊഴിലാളികൾ താമസിച്ച കാരവാനിലുണ്ടായ തീപിടുത്തം സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി നിയന്ത്രണ വിധേയമാക്കി. തെക്കൻ അൽഹൈൽ പ്രദേശത്തായിരുന്നു സംഭവം. തീപിടുത്തത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. പരിക്കേറ്റയാൾക്ക് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ അടിയന്തര മെഡിക്കൽ പരിചരണം നൽകി. തുടർന്ന് സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റി. പരിക്ക് ഗുരുതരമല്ല. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.